वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMACT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഒക്ടോബർ മാസഫലമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും SMACT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒക്ടോബർ മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില: ഇടവം രാശിയിൽ വ്യാഴവും, മിഥുനത്തിൽ കുജനും, കന്നിയിൽ സൂര്യൻ, ബുധൻ, കേതു എന്നീ ഗ്രഹങ്ങളും, തുലാം രാശിയിൽ ശുക്രനും, കുംഭത്തിൽ ശനിയും, മീനത്തിൽ രാഹുവുമാണ് ഗ്രഹസ്ഥിതി. ഈ മാസത്തിൽ തന്നെ കുജൻ, രവി, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്ത രാശികളിലേക്ക് സംക്രമിക്കുന്നുണ്ട്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള 2.25 നക്ഷത്രക്കാരുടെ ഫലങ്ങൾ വിശദീകരിച്ച് പറയാം. മിഥുനം രാശിയിലുള്ള മകീരം 3-4 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ 1, 2, 3 പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും, പിന്നെ മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും, കുജൻ്റെ ദശ, രാഹുവിൻ്റെ ദശ, വ്യാഴത്തിൻ്റെ ദശയെല്ലാം നടക്കുന്നവർക്കും ഈ മാസം ലഗ്നാധിപനും രാശിനാഥനുമായ ബുധൻ്റെ ചതുർത്ഥ പഞ്ചമ ഭാവസ്ഥിതി കൊണ്ട് ചുറുചുറുക്ക്, എല്ലാ കാര്യത്തിലും ഉന്മേഷം, യന്ത്രസംബന്ധമായ പ്രവർത്തികളിലൊക്കെ വിജയം, വിദ്യ സംബന്ധിച്ചിട്ടുള്ള വിജയം, പൂർവികരുടെ അനുഗ്രഹം ഒക്കെ ഉണ്ടാകും. ദാനധർമ്മത്തിനായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകും. മാസത്തിൻ്റെ ആരംഭത്തിൽ പിടിവാശിയും നിർബന്ധ ബുദ്ധിയും പ്രകടിപ്പിക്കും. കർമ്മപരമായ പല നേട്ടങ്ങളും ഉണ്ടാകും. തൊഴിൽപരമായ യാത്രകൾ വേണ്ടതായിട്ടൊക്കെ വരും. കർമ്മപരമായ കാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകും. സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. ഏതു കാര്യവും സത്യസന്ധമായി ചെയ്തു തീർക്കും. മാസമധ്യത്തിന് ശേഷം ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാകും. വിട്ടു നിൽക്കാനുള്ള സാഹചര്യങ്ങളും കൂടി ഉണ്ട്. പരമായ നേട്ടങ്ങളും ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സുഖവുമൊക്കെ ഉണ്ടാകും. വാക്കുകൾക്ക് സ്ഥിരതക്കുറവുണ്ടാകും. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത്. വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം വളരെ അനുകൂലം തന്നെയാണ്. സന്താന ഗുണവും സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. ഭൂമി സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ശത്രുശല്യം കുറയും. കോടതി, വഴക്ക്, പ്രശ്നങ്ങൾ എന്നിവയിലൊക്കെ അനുകൂല നിലയാണ് കാണുന്നത്. ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത്. ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ഐക്യതയുണ്ടാകും. ജീവിത പങ്കാളിക്കായിട്ടുള്ള ചിലവുകളും കൂടി കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായ ഭാഗ്യത്തിനുള്ള യോഗവും കാണുന്നു. പിതാവിൻ്റെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും. വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് വലിയ ധനലാഭമുണ്ടാകാനുള്ള യോഗമാണുള്ളത്. ഉറ്റ മിത്രങ്ങൾ, മൂത്ത സഹോദരങ്ങൾ, മരുമക്കൾ എന്നിവരൊക്കെ സഹകരിക്കും. പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.